അങ്ങ് അകലെ കാണുന്നത് കുഞ്ഞമ്മയുടെ സ്കൂളാണ്. ഞാൻ രാവിലെ അവളെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരികയാണ്. നോക്കൂ, ഇവിടുത്തെ നടപ്പാതകളൊക്കെ എത്ര മനോഹരമാണ്. പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല, നല്ല ക്വാളിറ്റിയിലുള്ള നിർമ്മാണമാണ്. ഇതിവിടുത്തെ ഒരു ചതുപ്പാണ്. അത് ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ഒരു ബെഞ്ച് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ, മഴവെള്ളവും ഒക്കെ ഒഴുകി വന്ന് നിൽക്കുന്ന സ്ഥലമായത്. അതിൻ്റെ ചുറ്റും വീടുകൾ കാണാം. പക്ഷേ ഇവിടെ സ്വാധീനമുള്ള ആരും തന്നെ ഇത് മണ്ണിട്ട് നികത്തുകയോ അങ്ങനത്തെ ഒരു കീഴ്വഴക്കമോ ഇവിടെയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഓർത്തുപോയി. അവിടെയാണെങ്കിൽ കയ്യൊക്കെയുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ധാരാളം പണമുള്ളവരും ഒക്കെ ഇത് നികത്തി അവർക്ക് ആവശ്യമുള്ള വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് നടന്നാൽ നമ്മുടെ വീടാകും. പക്ഷികൾക്ക് കുടിക്കാൻ തേനിനൊന്നും ഒരു പഞ്ഞവും ഇല്ല. കണ്ടോ, അതൊരു തത്തയാണ്. തത്ത വന്നിരുന്നു. ഒരുപാട് കിളികൾ, നല്ല എന്താ പറയുന്നത്, ഒത്തിരി പൂക്കളുള്ള മരങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ മണ്ടയിലൊരു കിളി ഇരിക്കുന്ന കണ്ടില്ലേ, അതാ കാണാം. അതാണ് ഇവിടുത്തെ പ്രകൃതി. അതുപോലെ തന്നെ ഇതൊന്നും ആരും വെട്ടിക്കളയുന്നില്ല. അതൊക്കെ ധാരാളം പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നു. നിരവധി കിളികളുണ്ട് അതിൻ്റെ മുകളിൽ. ഒരു തത്ത അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഇരിക്കും. അതാ കണ്ടോ അവിടെ ഒരു തത്ത, നല്ല നിറമുള്ള ഒരു തത്ത കാണുന്നുണ്ടെന്ന് കരുതുന്നു. നോക്കാം, കണ്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ പോകുന്നു. നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേര് വില്യം സ്ട്രീറ്റ് എന്ന്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഞാനെത്തി.